മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പീച്ചി ഡാം തുറന്നതിൽ ഇറിഗേഷനും കെഎസ്ഇബിക്കും ഗുരുതര വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ട്. സബ് കളക്ടർ അന്വേഷണ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് കൈമാറി. സംരംഭകർക്ക് പുത്തനുണർവേകി കേരള വിഷന്റെ തൃശൂരിലെ സംരംഭക കൺവെൻഷൻ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്ന് ബെന്നി ബെഹന്നാൻ MP. രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് നൈറ്റ് പ്രൗഢഗംഭീരമായി. സബ്സിഡി ഇനങ്ങൾക്ക് വില കൂട്ടി സപ്ലൈകോ. അരി, പഞ്ചസാര, തുവരപ്പരിപ്പ് എന്നിവയ്ക്കാണ് വില കൂട്ടിയത്. വില വർധനവ് ഓണച്ചന്തകൾ തുടങ്ങാനിരിക്കെ. മലയാളികൾക്കിനി ഓണാഘോഷ നാളുകൾ. പൂവിളിയും പൂക്കളവുമായി നാളെ അത്തം. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ DCC ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കമ്മീഷണർ ഓഫീസിന് 100 മീറ്റർ അകലെ വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. പ്രവർത്തകർ പോലീസിന് നേരെ കൊടിക്കാലെറിഞ്ഞ് പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായെങ്കിലും നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് E. പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, അഭിലാഷ് പ്രഭാകർ, സൂരജ് ഗുരുവായൂർ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PK ശ്യാംകുമാർ, സൂരജ് ചെറുവത്തേരി, യദു കൃഷ്ണൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് വൻ പോലീസ് സംഘം കമ്മീഷണർ ഓഫീസിന് മുൻപിൽ നിലയുറപ്പിച്ചിരുന്നു. TCV ന്യൂസ്, തൃശൂർ. പീച്ചി ഡാം തുറന്നതിൽ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന റിപ്പോർട്ട്. സബ് കളക്ടറാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയത്. KPCC സെക്രട്ടറി ഷാജി J. കോടകണ്ടത്ത് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയിലാണ് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച പറ്റിയതായുള്ള റിപ്പോർട്ടുള്ളത്. അപ്പോൾ റൂൾ കർവിനേക്കാൾ കൂടുതൽ വെള്ളം വന്നിട്ട് പോലും 26-ാം തീയതി, 27-ാം തീയതി, 28-ാം തീയതി, 29-ാം തീയതി 3 മണി വരെ പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടില്ല. അതുകൊണ്ടാണ് സബ് കളക്ടർ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്, റൂൾ കർവ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ 25 ഇഞ്ചിൽ നിന്ന് പെട്ടെന്ന് 72 ഇഞ്ച് ഉയർത്തേണ്ടി വരുമായിരുന്നില്ല. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഷട്ടർ ഉയർത്തിയിട്ട് തൃശ്ശൂരിനെ പ്രളയത്തിലേക്ക് തള്ളിവിടേണ്ട അവസ്ഥ വരികയുണ്ടായില്ല. റൂൾ കർവ് പിന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടും ഡാം തുറക്കാതിരുന്നതും പിന്നീട് വെള്ളം കൂടിയതോടെ ജൂലൈ 29-നും 30-നും 15 മണിക്കൂർ വ്യത്യാസത്തിൽ 72 ഇഞ്ചായ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കേണ്ടി വന്നതാണ് വെള്ളപ്പൊക്കത്തിന് ഇടയാക്കിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ജൂലൈ 26-ന് വൈദ്യുതി ഉൽപ്പാദനത്തിനായി KSEBിക്ക് വെള്ളം തുറന്നു കൊടുത്തുവെങ്കിലും ജനറേറ്ററുകൾ കേടായതിനാൽ പീച്ചിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ടില്ലെന്ന കാര്യം KSEBയോ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരോ അറിയിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ KSEBിക്കും ഗുരുതര വീഴ്ച സംഭവിച്ചതായും ചൂണ്ടിക്കാണിക്കുന്നു. കളക്ടറുടെ അനുമതിയില്ലാതെയാണ് ഡാമിന്റെ ഷട്ടറുകൾ 72 ഇഞ്ചായി ഉയർത്തിയിട്ടുള്ളതെന്നും റിപ്പോർട്ടിലുണ്ട്. പീച്ചിയിൽ ഇറിഗേഷൻ ഡിവിഷൻ ASCയുടെ പദവിയും ജില്ലയിൽ AEയുടെ പദവിയും ഒഴിഞ്ഞുകിടക്കുന്നതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, TCV. പീച്ചി ഡാം തുറന്നത് സംബന്ധിച്ച് സബ് കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ ഇറിഗേഷൻ വകുപ്പിനും KSEBിക്കും ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ പ്രളയബാധിതമായ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. 2018-ലേതിന് സമാനമായ സാഹചര്യമാണ് ഇത്തവണയുണ്ടായത്. ഒരാഴ്ചക്കാലമാണ് ജില്ലയിലെ പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായത്. ഏകദേശം 50 കോടി രൂപയുടെ നാശനഷ്ടമാണ് ജില്ലയിൽ സംഭവിച്ചത്. മനുഷ്യനിർമ്മിത പ്രളയമല്ലെന്ന് റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രസ്താവനയിറക്കി ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് റവന്യൂ മന്ത്രി തുനിഞ്ഞതെന്നും അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. സംരംഭകർക്ക് പുത്തനുണർവേകി കേരള വിഷന്റെ തൃശൂരിലെ സംരംഭക കൺവെൻഷൻ. മഹാമാരിക്കാലത്ത് പോലും സമൂഹത്തിനായി നിലകൊണ്ട കേരള വിഷന്റെ പ്രാധാന്യം വലുതാണെന്ന് ബെന്നി ബെഹന്നാൻ MP പറഞ്ഞു. പുഴയ്ക്കൽ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന സംരംഭക കൺവെൻഷൻ ചാലക്കുടി MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്ന് അദ്ദേഹം പറഞ്ഞു. റൈറ്റ് ഓഫ് പേയിൽ കിട്ടേണ്ട കേന്ദ്ര ആനുകൂല്യം നേടിയെടുക്കാൻ COAയ്ക്കൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി. നിങ്ങൾ നേരിടുന്ന
ചില ബുദ്ധിമുട്ടുകൾ, അതിനിന്നും ഒരു കുറവ് വന്നിട്ടില്ല. സാമ്പത്തികമായി നിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഈ വൈദ്യുതി പോസ്റ്റിലൂടെ കേബിൾ വലിക്കുന്നുണ്ടാകുന്ന നിങ്ങളാണ്. അത് സംസ്ഥാന തലത്തിൽ KSEB വരും. ഇപ്പോൾ ഇലക്ട്രിക് പോസ്റ്റിലൂടെ നിങ്ങളുടെ കേബിൾ വലിക്കുമ്പോൾ ആവറേജ് എടുത്താൽ ഒരു 300-350 രൂപയാണ്. റൈറ്റ് ഓഫ് വേയിലാണ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തി ISBക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ അത് 100 രൂപയായി. സാമ്പത്തികമായി ഉണ്ടാകുന്ന നേട്ടങ്ങളാണ്. നിങ്ങളുടെ ആവശ്യം ന്യായമാണ്. നിങ്ങളുടെ സേവനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു മഹാമാരി വന്നപ്പോൾ പോലും സമൂഹത്തിന് പ്രയോജനം ചെയ്തു കൊടുത്ത ഒരു സെക്ടറാണ് നിങ്ങളുടെ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ന്യായമായ ആവശ്യം ഈ റൈറ്റ് ഓഫ് വേയിൽ നിങ്ങൾക്ക് ISBക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കൂടി ലഭിക്കണം എന്ന ഒരു തീരുമാനമുണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിൽ ഉണ്ടാകേണ്ട ഒരു തീരുമാനമാണ്, അവരെടുക്കേണ്ട തീരുമാനമാണ്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. കേരള വിഷന്റെ OTT പ്ലാറ്റ്ഫോമായ കേരള വിഷൻ എക്സ്ട്രാ എന്റർടൈൻമെന്റ് എന്ന കീയുടെ കൊമേഴ്ഷ്യൽ ലോഞ്ചിങ് MLA P. ബാലചന്ദ്രൻ നിർവഹിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. രാജ്യത്തിന്റെ 3.5 കോടി മാത്രം വരുന്ന ജനസംഖ്യയുള്ള കൊച്ചു കേരളത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിലെ ആഗോള കുത്തകകളോട്, രാജ്യത്തേത് മാത്രമല്ല രാജ്യത്തിന്റെ അകത്തെയും പുറത്തെയും സ്വകാര്യ മേഖലയിലെയും പൊതുമേഖലയിലെയും വൻകിട കുത്തക കമ്പനികളോട് നേർക്കുതാൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. സംരംഭകർക്ക് മുന്നിലുള്ള വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ ഇസാഫ് ബാങ്ക് MD പോൾ തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി. ബ്രോഡ്ബാൻഡിലെ 5th പൊസിഷൻ ഇൻ ഇന്ത്യ, ഇതൊക്കെ വലിയ കൊച്ചു കാര്യങ്ങളല്ല. പലപ്പോഴും നമ്മൾ കൊച്ചു കേരളത്തിലിരിക്കുമ്പോൾ നമുക്ക് കൊച്ചു കേരളം എന്ന് പറഞ്ഞ് കേട്ട് ശീലിച്ചതുകൊണ്ട് നമുക്കൊരു ചെറുതാണെന്നുള്ളതായിട്ടുള്ളൊരു മനോഭാവം അറിയാതെ നമ്മുടെ ഉള്ളിൽ ചെറുപ്പകാലം മുതൽ നമ്മൾ കേൾക്കുന്നതാണ്. നമ്മൾ കൊച്ചു കേരളമാണ്, ചെറിയ സംസ്ഥാനമാണ്, 3.5 കോടി ആളുകളെ ഉള്ളൂ എന്നുള്ളതായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിൽ കയറി. പക്ഷെ നിങ്ങളൊരു വലിയ സംഭവമാണ്. മേയർ MK വർഗീസ്, KCCL ആൻഡ് KVBL ചെയർമാൻ K. ഗോവിന്ദൻ, മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, COO N. പത്മകുമാർ, COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, TCCL ചെയർമാൻ ഷകിലൻ, സിഡ്കോ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, ന്യൂസ് മലയാളം 24/7 MD M. അബൂബക്കർ സിദ്ദിഖ്, ഇൻഫോ മീഡിയ മാനേജിംഗ് എഡിറ്റർ KV രാജൻ, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PS സിബി, MD പ്രജേഷ് അച്ചാണ്ടി, COA സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റുമാരായ VS ജ്യോതികുമാർ, M. രാജ്മോഹൻ തുടങ്ങി മറ്റ് ഭാരവാഹികളും പങ്കെടുത്തു. ഈ സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷം വീതം ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ കേബിൾ TV വരിക്കാരെ കണ്ടെത്തി ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ TV കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമതെത്തുക എന്ന ലക്ഷ്യവുമായാണ് കേരള വിഷൻ സംരംഭക കൺവെൻഷൻ സംഘടിപ്പിച്ചത്. 1500 കേബിൾ TV സംരംഭകരാണ് ഏകദിന കൺവെൻഷനിൽ പങ്കെടുത്തത്. TCV തൃശൂർ. കേരള വിഷൻ തൃശൂരിൽ സംഘടിപ്പിച്ച 2ാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് നൈറ്റ് പ്രൌഢഗംഭീരമായി. മിനി സ്ക്രീനിലെ താരങ്ങളുടെ അപൂർവ സംഗമവേദിയായി പുരസ്കാര വിതരണ രാവ്. മലയാള ടെലിവിഷൻ രംഗത്തെ പ്രതിഭകൾക്ക് പുരസ്കാരം നൽകുവാനും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കാനുമായി കേരള വിഷൻ തൃശൂർ ഹയാത്ത് റീജൻസിയിൽ ഒരുക്കിയ പുരസ്കാര വിതരണ രാവാണ് കലയുടെയും സംഗീതത്തിന്റെയും പ്രതിഭാ ആദരണത്തിന്റെയും സംഗമവേദിയായത്. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ മികച്ച ഗായക പുരസ്കാരം നേടിയ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. മികച്ച സീരിയലായി തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബശ്രീ ശാരദയുടെ സംവിധായകൻ കൃഷ്ണകുമാർ കുടല്ലൂർ വിദ്യാധരൻ മാസ്റ്ററിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച നടൻ പ്രഭിൻ, നടി ഐശ്വര്യ റംസായി, ജനപ്രീതിയുള്ള നടൻ സാജൻ സൂര്യ, നടി റബേക്ക സന്തോഷ്, ഹാസ്യനടി നേഹ ശ്രീകുമാർ, ഹാസ്യനടൻ റിയാസ്, സ്വഭാവ നടൻ ആനന്ദ് നാരായണൻ, സ്വഭാവ നടി ചിലങ്ക തുടങ്ങി 16 വിഭാഗങ്ങളിലായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മാധ്യമ സംരംഭക പുരസ്കാരം റിപ്പോർട്ടർ ചാനൽ MD ആൻഡോ അഗസ്റ്റിന്, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രവീൺ മോഹൻ, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. കേരള വിഷൻ ചെയർമാൻ PS സിബി, ഗാനരചയിതാവ് MD രാജേന്ദ്രൻ, സംഗീത സംവിധായകന്മാരായ വിദ്യാധരൻ മാസ്റ്റർ, ഔസേപ്പച്ചൻ, മേളപ്രമാണി പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, കേരള വിഷൻ ഡയറക്ടർമാരായ PS രജനീഷ്, ഷുക്കൂർ കോനിക്കര, AG സുബ്രഹ്മണ്യൻ, ജ്യോതികുമാർ, CP ബിജുകുമാർ തുടങ്ങിയവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് ഗായക സിത്താരയും സംഘവും നയിച്ച സംഗീത വിരുന്ന് അരങ്ങേറി.
TCV ന്യൂസ്, തൃശൂർ. സപ്ലൈകോയിൽ സബ്സിഡിയുള്ള 3 സാധനങ്ങൾക്ക് വില കൂട്ടി. മട്ടരി, തുവരപ്പരിപ്പ്, പഞ്ചസാര എന്നിവയ്ക്കാണ് വില കൂട്ടിയത്. അരിക്കും പഞ്ചസാരയ്ക്കും 3 രൂപ വീതവും തുവരപ്പരിപ്പിന് 4 രൂപയുമാണ് കൂട്ടിയത്. ബുധനാഴ്ച രാത്രിയാണ് വില കൂട്ടാനുള്ള നിർദ്ദേശം സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ എത്തിയത്. ഇക്കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 4 ഭക്ഷ്യസാധനങ്ങളുടെ വില കൂട്ടി. കിലോയ്ക്ക് 27 രൂപയായിരുന്ന പഞ്ചസാര ഒറ്റയടിക്ക് 33 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. കുറുവ അരിക്കും മട്ട അരിക്കും 3 രൂപ വീതം കൂട്ടി കിലോയ്ക്ക് 33 രൂപയാക്കി. ഓണക്കാലത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന നടപടിയാണെന്ന് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ പറഞ്ഞു. ഓണച്ചന്തകൾ വഴി വിതരണം ചെയ്യുന്ന പലവ്യഞ്ജനങ്ങളുടെ വിലവർദ്ധനവ് ഓണക്കാലത്ത് ജനങ്ങൾക്ക് നൽകുന്ന ഇരുട്ടടിയാണ്. സപ്ലൈകോ വഴി നൽകുന്ന സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ വിലവർദ്ധനവ് പിൻവലിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിക്ക് ഇമെയിൽ വഴി നിവേദനം അയച്ചുവെന്നും ജോൺ ഡാനിയൽ പറഞ്ഞു. മലയാളികൾക്കിനി ഓണാഘോഷ നാളുകൾ. പൂവിളിയും പൂക്കളവുമായി നാളെ അത്തം. പൊന്നിൻ ചിങ്ങമാസത്തിലെ ഓണക്കാലം ആഘോഷത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകൾ കൂടിയാണ് മലയാളികൾക്ക്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ പലരും ഓണാഘോഷം മാറ്റിവെച്ച് കരുതലിന്റെ സ്നേഹ സന്ദേശമാണ് പകരുന്നത്. ഇക്കുറി ചിങ്ങത്തിൽ 2 അത്തവും തിരുവോണവും ഉണ്ടെന്ന പ്രത്യേകതയുമുണ്ട്. എന്നാൽ ചതുർത്ഥിക്ക് തൊട്ടുമുൻപുള്ള ദിവസമാണ് അത്തമായി കണക്കാക്കുക. അതിനാലാണ് 2ാമത്തെ അത്തനാളായ വെള്ളിയാഴ്ച മലയാളികൾ ഇക്കുറി അത്തമായി ആഘോഷിക്കുന്നത്. അത്തം മുതൽ 10 ദിവസം വീടുകളിൽ പൂക്കളം ഒരുക്കുക പതിവാണ്. ഓണത്തോടനുബന്ധിച്ച് വിപണിയും സജീവമായി. പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലെ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലെ പൂവിപണി ഉണർന്നു. എന്നാൽ മഴയും സർക്കാർ തല ഓണാഘോഷ പരിപാടികൾ ഇത്തവണ കുറച്ചതും പൂവിപണിയെ ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട്. എന്നിരുന്നാലും ആഘോഷം കുറച്ച് പുലിക്കളിയും കുമ്മാട്ടിയും പതിവ് തെറ്റാതെ ഇത്തവണയും ഉണ്ടാകുമെന്നത് തൃശൂരിന്റെ ഓണപ്പകിട്ടിന് മാറ്റുകൂട്ടും. 15-നാണ് തിരുവോണം. ഫെസ്റ്റിവൽ ഡെസ്ക്, TCV. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഓണപ്പൂക്കളം വിവാദത്തിൽ. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കിഴക്കേ നടയിൽ അത്തം മുതൽ 10 ദിവസം കഴിഞ്ഞ 27 വർഷക്കാലമായി കൂടൽമാണിക്യം സായാഹ്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പൂക്കളം ഒരുക്കിയിരുന്നത്. എന്നാൽ ഇത്തവണ ദേവസ്വം നേരിട്ട് ഈ പൂക്കളം ഇടുന്നതിനായി തീരുമാനിക്കുകയായിരുന്നു. ദേവസ്വത്തിന്റെ അനുമതിയില്ലാതെ പലരും കൂടൽമാണിക്യ ക്ഷേത്രത്തിന്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നതായി ആക്ഷേപം ഉയർന്നതായി ദേവസ്വം ഭാരവാഹികൾ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടൽമാണിക്യവുമായി ബന്ധപ്പെട്ട് നടത്തിവന്നിരുന്ന പരിപാടികൾ ദേവസ്വം നേരിട്ട് ഏറ്റെടുത്ത് നടത്തിവരുന്നത്. അതേസമയം മറ്റ് സംഘടനകൾ കൂടൽമാണിക്യത്തിന്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നതായി പരാതികൾ ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് കൂടൽമാണിക്യം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഉഷനന്ദിനി അറിയിച്ചു. എന്ത് വെല്ലുവിളികൾ നേരിട്ടാലും 27 വർഷമായി കൂടൽമാണിക്യം ക്ഷേത്രത്തിന് മുന്നിലായി ഒരുക്കിവരുന്ന ഓണപ്പൂക്കളവുമായി മുന്നോട്ടു പോകുമെന്ന് കൂടൽമാണിക്യം സായാഹ്ന കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. മാള സെന്റ് ആന്റണീസ് സ്കൂളിന് മുന്നിലെ സീബ്ര ലൈൻ മുറിച്ചു കടക്കുന്നതിനിടെ സ്കൂട്ടർ ഇടിച്ച് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ 5ാം ക്ലാസ് വിദ്യാർത്ഥികളായ അൻവിത, പുഷ്പ, അനഘ എന്നിവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂട്ടർ യാത്രക്കാരി മക്കളെയും കൊണ്ടുപോകുമ്പോഴാണ് അപകടമുണ്ടായത്. പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് തിരിച്ചു പോകുമ്പോഴായിരുന്നു അപകടം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. റഷ്യയിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കല്ലൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ സന്ദീപിന്റെ വീട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. സന്ദീപിന്റെ മൃതദേഹം വിട്ടുകിട്ടുവാൻ എംബസിയുമായി ചർച്ച ചെയ്തിരുന്നതായും ഇതിനായി നടപടി സ്വീകരിച്ചു വരുന്നതായും കേന്ദ്രമന്ത്രി അറിയിച്ചു. സന്ദീപിന്റെ വീട്ടിലെത്തിയ സുരേഷ് ഗോപി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, AG രാജേഷ് എന്നിവരും കേന്ദ്രമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ചാലക്കുടിയിലെ ഏജൻസി വഴി കഴിഞ്ഞ ഏപ്രിൽ 2-നാണ് സന്ദീപും മലയാളികളായ മറ്റ് 7 പേരും റഷ്യയിലേക്ക് പോയത്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിനിടെ റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന സന്ദീപ് യുദ്ധം ചെയ്യുന്നതിനിടെയാണ് യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വോളിബോളിനെ പ്രാണവായു പോലെ സ്നേഹിക്കുന്ന ഒരു കായിക അധ്യാപകനുണ്ട് ചന്ദ്രാപിന്നിയിൽ. രവിമാഷ് എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന PC രവിയാണ് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ തിളങ്ങിയ നിരവധി കായിക പ്രതിഭകളുടെ ആ ഗുരുനാഥൻ. ഗ്യാലറിയിൽ തിങ്ങി നിറഞ്ഞ കാണികൾക്കിടയിൽ കളിക്കാരെ ആകാംക്ഷയോടെ നോക്കി നിന്നിരുന്ന രവി 19-ാം വയസ്സിൽ കോച്ചിന്റെ കുപ്പായമണിഞ്ഞു. 1987-ൽ കായിക അധ്യാപകനായി വാടാനപ്പള്ളി തൃത്തല്ലൂർ കമലാ നെഹ്റു മെമ്മോറിയൽ സ്കൂളിൽ നിന്നാണ് രവിയുടെ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം.
സ്പോർട്സിന് അധിക പ്രാധാന്യം നൽകാതിരുന്ന സ്കൂളിൽ കുട്ടികളെ കണ്ടെത്തി നിരന്തര പരിശീലനം നൽകിയതോടെ ഒട്ടേറെ പ്രതിഭകളെയാണ് രവിമാഷ് വാർത്തെടുത്തത്. 1998 നടന്ന സംസ്ഥാന സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ 19 വർഷം തുടർച്ചയായി വോളി കിരീടം നേടിയിരുന്ന വടകര വിദ്യാഭ്യാസ ജില്ലാ ടീമിനെ തറപറ്റിച്ചത് ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത രവിമാഷിന്റെ 6 ശിഷ്യന്മാരായിരുന്നു. ഇവരിൽ 4 പേർ പിന്നീട് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഇന്ത്യയുടെ അഭിമാന താരങ്ങളുമായി വളർന്നു. 1998 സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തിരഞ്ഞെടുത്ത കേരളത്തിലെ മികച്ച കായിക അധ്യാപകരിൽ രവിമാഷുമുണ്ടായിരുന്നു. ബാംഗ്ലൂരിലെ 1 വർഷത്തെ പരിശീലനത്തിനൊടുവിൽ NIS ഇദ്ദേഹം സ്വന്തമാക്കി. ഇതേ വർഷം ഏഷ്യൻ ടീം സെലക്ഷൻ ട്രയൽ നടക്കുമ്പോൾ റഫറിയാകാൻ സാധിച്ചത് അവിസ്മരണീയമാണ്. 2017 സ്കൂളിൽ നിന്നും വിരമിച്ചതോടെ ചേറ്റുവ മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള മണപ്പുറത്തെ വിദ്യാലയങ്ങളിലും ക്ലബ്ബുകളിലും പരിശീലക രംഗത്ത് രവി നിറസാന്നിധ്യമായി. തികച്ചും സൗജന്യമായാണ് പരിശീലനം. 1967 എൻ്റെ 7ാം വയസ്സിൽ ചന്ദ്രാപിന്നിയിൽ വോളിബോൾ ടൂർണമെൻറ്റ് ആരംഭിച്ചു. പെരുമ്പടപ്പ് ഈസ്റ്റ് UP സ്കൂൾ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിൽ തന്നെ TS സുബ്രഹ്മണ്യൻ്റെ ശിക്ഷണത്തിൽ വോളിബോൾ പരിശീലനം ആരംഭിച്ച് തുടർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോച്ച് അബ്ദുൾ റഹ്മാൻ സാറിൻ്റെയും സ്പോർട്സ് കൗൺസിൽ കോച്ച് നേവി ജോർജിൻ്റെയും ശിക്ഷണം ലഭിക്കുന്നതോടുകൂടി കൂടുതൽ വോളിബോളിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു. ആ അറിവ് ഞാൻ SNS ചന്ദ്രാപിന്നിയുടെ സഹകളിക്കാർക്കും അവിടുത്തെ കുട്ടികൾക്കും പകർന്നു തുടങ്ങി അണിഞ്ഞതാണ് ഈ കോച്ചിൻ്റെ കുപ്പായം. ഇന്ന് 40 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ സജീവമായി വോളിബോൾ രംഗത്തുണ്ട്. 4 പതിറ്റാണ്ട് പിന്നിട്ട കായിക ജീവിതത്തിൽ നിരവധി ബഹുമതികളും രവിമാഷിനെ തേടിയെത്തി. നീണ്ട 18 വർഷം ജില്ലാ വോളിബോൾ അസോസിയേഷൻ കൺവീനറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം നിലവിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ടെക്നിക്കൽ കമ്മിറ്റി അംഗം, ത്രോബോൾ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ സജീവമാണ്. ശാരീരിക യോഗ്യതയുള്ള കുട്ടികളെ കണ്ടെത്തി അടിസ്ഥാന പരിശീലനം നൽകി മികച്ച പ്രതിഭകളാക്കുന്ന ക്യാച്ച് ദ യങ് ആണ് രവിമാഷിന്റെ ആപ്തവാക്യം. ഇത്തരത്തിൽ ഇനിയും കായിക പ്രതിഭകളെ കണ്ടെത്താനുള്ള യാത്രയിലാണ് രവിമാഷ്. TCV കയ്പമംഗലം. മലയ്ക്കപ്പാറ മുക്കുംപുഴ ആദിവാസി ഊരിൽ നവജാത ശിശു മരിച്ചു. വസന്തക്കുട്ടൻ സീമ ദമ്പതികളുടെ കുഞ്ഞാണ് വ്യാഴാഴ്ച വൈകിട്ട് മരിച്ചത്. പ്രസവിച്ച ഉടനെ പെൺകുഞ്ഞ് മരിച്ചതായി സ്ഥിരീകരിച്ചു. പെരിങ്ങൽകുത്ത് ഡാമിന്റെ റിസർവോയറിൽ മത്സ്യം പിടിക്കാൻ പോയതായിരുന്നു ദമ്പതികൾ. യുവതിക്ക് വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇരുവരും ഊരിലേക്ക് മടങ്ങുകയും വീട്ടിലെത്തിയ ഉടനെ പ്രസവിക്കുകയുമായിരുന്നു. അതിരപ്പള്ളി പഞ്ചായത്തിലെ ആരോഗ്യ വിഭാഗം പ്രവർത്തകർ സ്ഥലത്തെത്തി സീമയെ ആശുപത്രിയിലേക്ക് മാറ്റി. ചാലക്കുടി ബസ് സ്റ്റാൻഡിന് സമീപം അഴുക്കുചാലിൽ നിന്നും റോഡിലേക്ക് മാലിന്യം ഒഴുകുന്നത് യാത്രക്കാർക്ക് ദുരിതമാകുന്നു. രൂക്ഷ ദുർഗന്ധവുമായി സ്ഥിരം റോഡിലേക്ക് ഒഴുകുന്ന വെള്ളത്തിൽ സെപ്റ്റിക് മാലിന്യം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നാട്ടുകാരുടെ പക്ഷം. മഴയില്ലെങ്കിലും ഓടയിൽ നിന്നും വെള്ളം ഒഴുകുന്നത് മാസങ്ങളായി ഇവിടെ പതിവാണ്. മഴയുള്ളപ്പോൾ മാത്രം ഇതിന്റെ ദുർഗന്ധം പുറത്തേക്ക് വരുന്നില്ല. കോളേജ് വിദ്യാർത്ഥികളടക്കം 100 കണക്കിന് യാത്രക്കാർ സ്ഥിരമായി നടക്കുന്ന വഴിയാണിത്. ദേശീയപാതയിലെ സൌത്ത് മേൽപ്പാലത്തിന്റെ ഭാഗത്തെ കാനയിൽ നിന്നാണ് വെള്ളം റോഡിൽ എത്തുന്നത്. നഗരസഭാ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ നേരിൽ കണ്ട് പലവട്ടം പരാതി പറഞ്ഞെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ബസ്സുകൾ കടന്നുപോകുമ്പോൾ മലിനജലം യാത്രക്കാരുടെ ദേഹത്തേക്കും തെറിക്കുന്നുണ്ട്. സൌത്ത് ജംഗ്ഷനിലെ റോഡിലൂടെ ഒഴുകുന്ന മലിനജലം ഗുരുതര ആരോഗ്യ പ്രശ്നമായി മാറുകയാണ്. പൊതുനിരത്തിലേക്ക് മലിനജലം ഒഴുകുന്നത് സാംക്രമിക രോഗങ്ങൾക്കിടയാക്കുമെന്ന് കേരള കോൺഗ്രസ് എം ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് പറഞ്ഞു. കുന്നംകുളം പഴുന്നാനയിൽ 160 ലിറ്റർ വാഷ് കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി നശിപ്പിച്ചു. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് പരിശോധന നടത്തുന്നതിനിടെ കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ മണികണ്ഠന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വാഷ് പിടികൂടിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ശിവശങ്കരൻ, സുനിൽകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റാഫി, ആനന്ദ്, ഇജാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് വാഷ് പിടികൂടി നശിപ്പിച്ചത്. തൃശൂർ സബ് കളക്ടറായി അഖിൽ വി മേനോൻ ചുമതലയേറ്റു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ADM ടി മുരളി എന്നിവർ ചേർന്ന് സബ് കളക്ടറെ സ്വീകരിച്ചു. സ്ഥലം മാറിപ്പോകുന്ന സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖിൽ നിന്നും അഖിൽ വി മേനോൻ അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗറിന്റെ സാന്നിധ്യത്തിലാണ് ചുമതലയേറ്റത്. ഇരിങ്ങാലക്കുട സ്വദേശിയായ അഖിൽ വി മേനോൻ തിരുവനന്തപുരം അസിസ്റ്റന്റ് കളക്ടറായാണ് സർവീസിൽ പ്രവേശിച്ചത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ വിജയിച്ച പരിശീലനത്തിനിടയിലാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിക്കുന്നത്. 2022 ബാച്ചിലാണ് സിവിൽ സർവീസിൽ പ്രവേശിച്ചത്. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിൽ ഒഴിവുള്ള 2 സ്ഥാനത്തേക്ക് സർക്കാർ നാമനിർദ്ദേശം ചെയ്ത 2 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ വെള്ളിയാഴ്ച നടക്കും.
ദേവസ്വം ജീവനക്കാരുടെ പ്രതിനിധിയായി സി മനോജും കേരള കോൺഗ്രസ് പ്രതിനിധിയായി മനോജ് ബി നായരുമാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇരുവരും കഴിഞ്ഞ ഭരണസമിതിയിലെ അംഗങ്ങളായിരുന്നു. വൈകിട്ട് 4:30 ശ്രീഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. പുതിയ അംഗങ്ങളെ നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ വിജ്ഞാപനം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ വായിക്കും. ദേവസ്വം കമ്മീഷണർ ബിജു പ്രഭാകർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഇവർ ചുമതലയേൽക്കുന്നതോടെ ഭരണസമിതിയിൽ 8 അംഗങ്ങളാകും. 9 അംഗ ഭരണസമിതിയിൽ ജനതാദൾ പ്രതിനിധി സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ്. ആദരവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും തെക്കേമഠം ഏരിയ റെസിഡൻസ് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ച തൃശൂർ തെക്കേമഠം മാനേജർ വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരിയെ ആദരിച്ചു. തെക്കേമഠം ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ആദരം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരള ബ്രാഹ്മണ സഭ ജില്ലാ പ്രസിഡന്റ് S ശിവരാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മോഹനൻ വെങ്കിടാകൃഷ്ണൻ, ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, ബ്രഹ്മസം മഠം സെക്രട്ടറി മുല്ലമംഗലം നാരായണൻ നമ്പൂതിരി, പ്രസിഡന്റ് അഡ്വക്കേറ്റ് P പരമേശ്വരൻ, തെക്കേമഠം ഭദ്രകാളി ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് PNGK പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. നായ്ക്കനാൽ ദേശക്കുമ്മാട്ടി 3ാമത് മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ നിർവഹിച്ചു. നായ്ക്കനാൽ ദേശക്കുമ്മാട്ടി രക്ഷാധികാരി TR ഹരിഹരൻ, പ്രസിഡന്റ് രാമചന്ദ്രൻ, സെക്രട്ടറി CR രാംദാസ്, അഭിജിത്ത് പാറമേൽ മറ്റ് അംഗങ്ങളും പങ്കെടുത്തു. ഈ മാസം 16-നാണ് നായ്ക്കനാൽ ദേശക്കുമ്മാട്ടി. ഇനി വാണിജ്യം. കുത്താമ്പിള്ളി നെയ്ത്ത് ഗ്രാമത്തിൽ നിന്നുള്ള എല്ലാവിധ കൈത്തറി വസ്ത്രങ്ങളുടെയും വിപുലമായ ശേഖരവുമായി തൃശൂർ ഷൊർണൂർ റോഡിലെ കുത്താമ്പുള്ളി ഹാൻഡ്ലൂം സെന്റർ പൊന്നോണത്തെ വരവേൽക്കാനൊരുങ്ങി. കൈത്തറി വസ്ത്രനിർമ്മാണ രംഗത്ത് നൂറ്റാണ്ടിന്റെ പാരമ്പര്യവും വിശ്വസ്തതയുമായി തൃശൂർ ഷൊർണൂർ റോഡിലെ കൗസ്തുഭം ഹാളിന് സമീപം S&S കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കുത്താമ്പുള്ളി ഹാൻഡ്ലൂം സെന്റർ കുത്താമ്പുള്ളിയിലെ സ്വന്തം നെയ്ത്തുശാലയിൽ നിന്നുള്ള വിവിധ ഇനം വസ്ത്രങ്ങളുടെ കമനീയ ശേഖരമുള്ള തൃശൂർ നഗരത്തിലെ ഏക ഷോറൂമാണ്. കസവുമുണ്ട്, കസവ് സാരികൾ, സെറ്റുമുണ്ട്, സെറ്റ് സാരികൾ, ടിഷ്യൂ സെറ്റുമുണ്ട്, കളർ സാരികൾ, സോഫ്റ്റ് സിൽക്ക് സാരികൾ, റെഡിമെയ്ഡ് ചുരിദാറുകൾ, ടോപ്പുകൾ, ദാവണി സെറ്റുകൾ, പട്ടുപാവാടകൾ, കുട്ടികളുടെയും മുതിർന്നവരുടെയും റെഡിമെയ്ഡ് ഷർട്ടുകൾ, കുർത്തകൾ, മുണ്ടുകൾ തുടങ്ങിയ എല്ലാവിധ കൈത്തറി വസ്ത്രങ്ങളും ആകർഷകമായ വിലക്കിഴിവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. 200 രൂപ മുതലുള്ള സെറ്റ് മുണ്ടുകൾ, കുട്ടികളുടെ റെഡിമെയ്ഡ് ഉടുപ്പുകൾ, 300 രൂപ മുതലുള്ള സെറ്റ് സാരികൾ, 350 രൂപ മുതലുള്ള ചുരിദാറുകൾ, ടോപ്പുകൾ, 400 രൂപ മുതലുള്ള സോഫ്റ്റ് സിൽക്ക് സാരികൾ, ആൺകുട്ടികളുടെ ഷർട്ട്, മുണ്ട് എന്നിവ ഇവിടെ ലഭ്യമാണ്. കൂടാതെ മ്യൂറൽ വർക്കുകളോടുകൂടിയ കുർത്തകളുടെയും ഷർട്ടുകളുടെയും വിപുലമായ ശേഖരവുമുണ്ട്. കസ്റ്റമേഴ്സിനായി ഓൺലൈൻ ഷോപ്പിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 8129589349. ഹൈക്കൺ ഹിറ്റോ ഇലക്ട്രിക് ഓട്ടോയുടെ തൃശൂരിലെ ഡീലറായ ആദ്യ മോട്ടോഴ്സിന്റെ 2ാമത് വാർഷികാഘോഷം മരത്താക്കരയിലെ ഷോറൂമിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മരത്താക്കര ബൈപ്പാസ് റോഡിലെ ആദ്യ മോട്ടോഴ്സിൽ നടന്ന വാർഷികാഘോഷ പരിപാടികൾ പുത്തൂർ പഞ്ചായത്ത് 18-ാം വാർഡ് മെമ്പർ ഷീബ ഷാജൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ആദ്യ മോട്ടോഴ്സ് മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് പ്രസാദ്, ഹൈക്കൺ ഇന്ത്യ ലിമിറ്റഡ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ R ഹരികുമാർ, ഹൈക്കൺ ഇന്ത്യ ലിമിറ്റഡ് ഡയറക്ടർ ജോർജ് ക്രിസ്റ്റോ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഷോറൂമിൽ നടത്തിയ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന് നേതൃത്വം നൽകിയ അമല മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വിനു വിപിൻ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യ മോട്ടോഴ്സിൽ നിന്നുള്ള 100ാമത് വാഹന വിൽപ്പന MD പ്രശാന്ത് പ്രസാദ് PP റപ്പായിക്ക് നൽകി നിർവഹിച്ചു. ചടങ്ങിൽ ആദ്യ മോട്ടോഴ്സിന്റെ ആദ്യ ഹൈക്കൺ യൂട്യൂബ് ചാനൽ ഹൈക്കൺ ഇന്ത്യ ലിമിറ്റഡ് DGM ജൂഡ് ആന്റണി പ്രകാശനം ചെയ്തു. തുടർന്ന് ഇലക്ട്രിക് ഓട്ടോയെക്കുറിച്ച് ഹൈക്കൺ ഇന്ത്യ ലിമിറ്റഡ് DGM TG അജീഷ് ക്ലാസ് എടുത്തു. ഓട്ടോ ഉപഭോക്താക്കളും ജീവനക്കാരും ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷത്തിൽ പങ്കുചേർന്നു. കൂടിയ മൈലേജ്, ഉയർന്ന വേഗത, ലെസ് മെയിന്റനൻസ്, ഈസി ഹോം ചാർജിംഗ്, മൾട്ടി കളർ ഇൻസ്ട്രുമെന്റ് കസ്റ്റമർ, പവർ ഗേജ്, ഡ്യുവൽ USB ചാർജിംഗ് പോർട്ട്, LED ഹെഡ്ലാമ്പ്, മെറ്റാലിക് പെയിന്റിംഗ്, ട്രിപ്പിൾ ടോൺ അട്രാക്റ്റീവ് സീറ്റ്, ട്രിപ്പിൾ സ്പീഡ് മോഡ് ഹിൽ ഹോൾഡ് അസിസ്റ്റൻസ്, LFP ബാറ്ററി ടെക്നോളജി തുടങ്ങിയവയെല്ലാം ഹീറ്റോയുടെ പ്രത്യേകതകളാണ്. നാട്ടിക സാമൂഹ്യക്ഷേമ സഹകരണ സംഘത്തിന്റെ കീഴിൽ തൃപ്രയാറിൽ നീതി ഷോപ്പിംഗ് വില്ലേജ് പ്രവർത്തനം ആരംഭിച്ചു.
തൃപ്രയാർ ടെമ്പിൾ റോഡിൽ ആരംഭിച്ച നീതി ഷോപ്പിംഗ് വില്ലേജിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു. നീതി ഷോപ്പിംഗ് വില്ലേജ് സഹകരണ രംഗത്തെ മികച്ച മാതൃകയാണെന്നും ഇത് മറ്റ് സഹകരണ സ്ഥാപനങ്ങൾക്ക് അനുകരിക്കാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ദശാബ്ദകാലം കൊണ്ട് വിസ്മയം തീർത്തിരിക്കുകയാണ്. ഇതൊരു മഹത്തായ സംരംഭമാണ്. എല്ലാം ഒരു കുടക്കീഴിൽ ഇത് ഏറ്റവും നല്ല സാധനങ്ങൾ ഏറ്റവും നല്ല വിലക്കുറവിൽ ശ്രദ്ധയോടുകൂടി തയ്യാറാക്കിയ ഓരോ ഷോപ്പുകൾ, ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ, നാട്ടിലെ ആളുകൾക്ക് ന്യായമായ വിലയ്ക്ക്. നാട്ടിക MLA CC മുകുന്ദൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് അനിൽ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. ഇക്കോവാസ് ട്രേഡ് കമ്മീഷണർ CP സാലിഹ്, പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീദേവി മാധവൻ, റസീന ഖാലിദ്, സംഘം സെക്രട്ടറി KR രാഗി, സംഘം ഡയറക്ടർ ലിജി നിതിൻ, MV വിമൽകുമാർ എന്നിവർ സംസാരിച്ചു. മികച്ച ഗുണമേന്മയും കുടുംബ ബജറ്റിന്റെ താളം തെറ്റിക്കാത്ത വില നിലവാരവും ഷോപ്പിംഗ് വില്ലേജിന്റെ പ്രത്യേകതയാണ്. പല സാധനങ്ങളും MRPയേക്കാൾ വിലക്കുറവിലാണ് ലഭ്യമാക്കുന്നത്. പലചരക്ക്, പച്ചക്കറി, ഫ്രൂട്ട്സ്, ജെൻസ് ഗാർമെന്റ്സ്, വസ്ത്രാലയ, ബോട്ടിക്, ഗിഫ്റ്റ്, ടോയ്, സ്റ്റേഷനറി, ചെരുപ്പ്, ബാഗ്, ഫാൻസി, ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡിയോ, കറി പോയിന്റ്, പൊറോട്ട ചപ്പാത്തി ഹോൾസെയിൽ, ചായ, ജ്യൂസ്, ഷെയ്ക്ക്, ഐസ്ക്രീം, ഫലൂദ, ഷവർമ, മോജിറ്റോ, സ്നാക്സ്, മലബാർ വിഭവങ്ങൾ, ബിരിയാണി എന്നിവയെല്ലാം നീതി ഷോപ്പിംഗ് വില്ലേജിൽ ലഭ്യമാണ്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53200 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3100 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പീച്ചി ഡാം തുറന്നതിൽ ഇറിഗേഷനും KSEBയ്ക്കും ഗുരുതര വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ട്. സബ് കളക്ടർ അന്വേഷണ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് കൈമാറി. സംരംഭകർക്ക് പുത്തനുണർവേകി കേരള വിഷന്റെ തൃശൂരിലെ സംരംഭക കൺവെൻഷൻ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്ന് ബെന്നി ബെഹന്നാൻ MP. രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡിനേറ്റ് പ്രൗഢഗംഭീരമായി. സബ്സിഡി ഇനങ്ങൾക്ക് വില കൂട്ടി സപ്ലൈകോ. അരി, പഞ്ചസാര, തുവരപ്പരിപ്പ് എന്നിവയ്ക്കാണ് വില കൂട്ടിയത്. വില വർധനവ് ഓണച്ചന്തകൾ തുടങ്ങാനിരിക്കെ. മലയാളികൾക്കിനി ഓണാഘോഷ നാളുകൾ. പൂവിളിയും പൂക്കളവുമായി നാളെ അത്തം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.